ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കാവേ. 1 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്: കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 7-8 വെളുത്തുള്ളി, 2 പച്ചമുളക്, 3 സവോള, ഒരു നല്ല വലിയ പീസ് ഇഞ്ചി ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെക്കണേ. പിന്നെ ഒരു വലിയൊരു ടൊമാറ്റോയും കൂടെ വേണേ. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ബീഫ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ആദ്യം ഇറച്ചി അരിഞ്ഞ് ഞാൻ കുക്കറിൽ വെന്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊടിയൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം സവോള ഇതെല്ലാം വഴറ്റിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. കാണിച്ചു തരാവേ. നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് 1.5 ടേബിൾ സ്പൂൺ കാണും. അത് നമ്മുടെ ആവശ്യത്തിന് എണ്ണ എടുത്ത് ഒഴിക്കുക. ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഈ തേങ്ങാക്കൊത്ത് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. അതിനുശേഷം ഈ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിക്കൊക്കെ ഒരു പച്ച ചൊവയുണ്ട്. അപ്പം ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് അത് മൂക്കുമ്പോഴേ അതങ്ങ് മാറി കിട്ടുവേ. ഇതൊരുമാതിരി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിനി ഈ സവോള അരിഞ്ഞതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സവോള മൂക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇറച്ചിക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സവോള വഴന്ന് കിട്ടും. ഈ സവോള കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണേ. ഈ തക്കാളിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി ചൂടാക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ആദ്യം പൊടി ഇടാഞ്ഞത്. അത് നമ്മൾ വീട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേന് ആ പൊടിയുടെ ആ പച്ചമണവും എല്ലാം ഒന്ന് മാറിക്കിട്ടും. പിന്നെ അധികം താമസിക്കാതെ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം പൊടിയിട്ട് 2 മിനിറ്റ് കൊണ്ട് വഴറ്റിയാൽ മതി. അപ്പം എല്ലാം ആ പച്ചച്ചോവ എല്ലാം മാറി നല്ല റെഡി ആയിട്ടിരിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ തക്കാളി ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ആ ഒരു റോട്ടേജ് എല്ലാം മാറണം. ഇതിൻ്റെയൊക്കെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോഴാണ് കറിക്ക് അത്രയും ടേസ്റ്റ് വരുന്നത്. അത് കുറച്ച് നേരം നമ്മളിട്ടൊന്ന് വഴറ്റണം, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടി ചേർത്ത് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റണേ. പൊടി ചേർത്ത് കഴിയുമ്പോൾ സിമ്മിലേക്ക് ആക്കിയേക്കണം. ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇതിനങ്ങ് ഇട്ട് കൊടുക്കാം. ബീഫ് വെന്ത് വെച്ചേക്കുവാണ്. ഉപ്പ് മാത്രമായിട്ട് വേവിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ അരപ്പും കൂടെ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണേ. ബീഫ് ഞാൻ ആദ്യം ഒരു വിസിൽ, ഇത് ഇച്ചിരി ഇതൊരു തൈ പീസായിട്ട് വരും. ഈ തൊടയുടെ ഭാഗത്തെ ഇറച്ചിയില്ലേ, അപ്പം അതിന് ഒരു സ്വല്പം കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അങ്ങ് സിമ്മിൽ വെച്ചേക്കണം. സിമ്മിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊരു 3/4 ഭാഗം അങ്ങ് വെന്തു. ഇനിയിപ്പം ഞാൻ ഒരു 2 വിസിലും കൂടെ വരുന്നിടം വരെ വെച്ചേക്കുവേ. അപ്പോഴത്തേന് കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്കിതിനകത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയേക്കണേ. സ്വല്പം കൂടെ ഉപ്പാകാം. ഇതിനകത്ത് ഈ അപ്പത്തിനൊക്കെ കൂട്ടുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് നമ്മളിപ്പം 2 വിസിൽ വരത്തില്ലേ, വന്ന് കഴിയുമ്പം കുറച്ച് തേങ്ങാപ്പാലും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ നമുക്ക് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണേ. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതുപോലെ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 വിസിലും കൂടെ വരണേ. ഞാൻ 2 വിസിലും കൂടെ ഈ ബീഫിന് വെച്ചിട്ട് അത് തന്നെത്താനെ അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് വെച്ചേക്കുന്നതാണ്.
ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് തിളച്ചതിന് ശേഷം കറി ഓഫ് ചെയ്യാം. അല്ല, തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് ഇത്. അപ്പത്തിൻ്റെയും ചോറിൻ്റെയും പിന്നെ ചപ്പാത്തി, പൊറോട്ട, പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ കപ്പയുടെ കൂടെ ഒക്കെ പോകും കേട്ടോ. കപ്പ പറയാൻ മറന്നുപോയി. കപ്പയും ബീഫും അടിപൊളിയല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. താങ്ക് യു.